ഒരു എഞ്ചിനീയറാണ്. വാഷിംഗ്ടൺ ഡിസൈഡഡ് ടു ഹെൽപ്പ്. വാഷിംഗ്ടൺ തീരുമാനിച്ചു ടു ഹെൽപ്പ്, സഹായിക്കാൻ ഹിസ് ഫാദർ. ആരെ സഹായിക്കാൻ? ഫാദറിനെ സഹായിക്കാൻ. എന്തിന്? ടു ബിൽഡ്, നിർമ്മിക്കാൻ, എ ബ്രിഡ്ജ്, ഒരു പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഇതുവരെ പറഞ്ഞ എന്തൊക്കെയാ? ജോൺ റോബ്ലിന് ഒരു ഐഡിയ ഉണ്ട്. എന്താ ഒരു ഐഡിയ? ടു കൺസ്ട്രക്ട് എ ബ്രിഡ്ജ് ഫ്രം ന്യൂയോർക്ക് ടു ലോങ് ഐലൻഡ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. രണ്ടാമത്തെ കഥാപാത്രത്തിന്റെ പേരെന്താ? വാഷിംഗ്ടൺ. വാഷിംഗ്ടൺ ആരെ സഹായിക്കാൻ തീരുമാനിച്ചു? അച്ഛനെ സഹായിക്കാൻ തീരുമാനിച്ചു. ഓക്കെ, എന്നിട്ട് ദ കൺസ്ട്രക്ഷൻ ഓഫ് ബ്രിഡ്ജ്, ആ ബ്രിഡ്ജിന്റെ എന്ന് പറഞ്ഞാല് അവര് കേട്ടോ. ആരൊക്കെ അവര്? അച്ഛനും. They started the construction of bridge on 3rd January 1870. ഓക്കെ, 1870. ചില സ്ഥലത്ത് 1869 കാണാറുണ്ട്. 1870 അവർ ആരംഭിച്ചു, കൺസ്ട്രക്ഷൻ ആരംഭിച്ചു. ജോൺ റൂബ്ലിംഗ് ഡൈ. പെട്ടെന്ന് ആര് മരിച്ചുപോയി? അച്ഛൻ മരിച്ചുപോയി. Then Washington took the charge. വാഷിംഗ്ടൺ എന്ത് ഏറ്റെടുത്തു? ചാർജ് ഏറ്റെടുത്തു, വർക്കിംഗ് ചാർജ് ഏറ്റെടുത്തു. എന്നിട്ടോ but he also injured എന്ന എന്താ? അയാൾക്ക് പരിക്ക് പറ്റി. അപ്പോഴോ he was not able to talk or walk. അയാൾക്ക് സംസാരിക്കാൻ കഴിയില്ല, ചലിക്കാനും പറ്റില്ല. അടുത്ത കഥാപാത്രം വരികയാണ് എമിലി. എമിലി is the wife of Washington. അപ്പൊ എമിലി ആരുടെ ഭാര്യയാണ്? വാഷിംഗ്ടന്റെ ഭാര്യയാണ്. വാഷിംഗ്ടൺ ടോൾഡ്, വാഷിംഗ്ടൺ പറഞ്ഞു, പ്ലാൻസ് ആൻഡ് ഐഡിയാസ്, അദ്ദേഹത്തിന്റെ ഐഡിയകളും പ്ലാനുകളും പറഞ്ഞു ടു ഹിസ് വൈഫ്, അദ്ദേഹത്തിന്റെ ഭാര്യയോട്, അബൌട്ട് ദ കൺസ്ട്രക്ഷൻ ഓഫ് ദി ബ്രിഡ്ജ്, പാലത്തിന്റെ കൺസ്ട്രക്ഷനെ കുറിച്ചിട്ട് പറഞ്ഞു. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ദ ബ്രിഡ്ജ് വാസ് ഇനാഗുറേറ്റഡ് 1883. എന്നാ ബ്രിഡ്ജ് ഇനാഗുറേറ്റ് ചെയ്തത്? 1880. ലോകത്തെ ഏറ്റവും വലിയൊരു എന്താ പറയാ ചരിത്രപരമായ സംഭവിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കി എന്തൊക്കെ നമ്മൾ ഈ പഠിച്ചു? John Roebling had an idea to construct it. John Roebling constructed idea ഉണ്ടായിരുന്നു. എവിടെ മുതല്? ന്യൂയോർക്ക് മുതല് ഐസ്ലാൻഡ് വരെ. എന്നിട്ടോ വാഷിംഗ്ടൺ മകനാണ്. വാഷിംഗ്ടൺ ആൾസോ ഹെൽപ്ഡ്. പിന്നെന്താ സംഭവിച്ചത്? ജോൺ റോബ്ലിംഗ് died. Okay, then വാഷിംഗ്ടൺ took the charge. അല്ലേ? എന്നിട്ടോ he also injured. അയാൾക്കും പരിക്ക് പറ്റി. വൈഫാണ്. വൈഫിന്റെ പേരെന്താ? എമിലി. എമിലി എങ്ങനെയാണ്? വാഷിംഗ്ടൺ ഈ സംസാരിക്കാൻ കഴിയില്ല അല്ലേ? ചലനം കൊണ്ട്. അപ്പൊ ഇത്രയും കാര്യം ഏതിലുള്ളൂ? അപ്പൊ എഗെയിൻ നിങ്ങൾ പ്രതിമറിച്ച് എന്തായാലുള്ളത് ഒരു കോൺവെർസേഷൻ കണ്ടോ? നമ്മൾ കോൺവെർസേഷൻ പഠിച്ചു നോക്കാം. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് യു മെറ്റ്, നിങ്ങൾ കണ്ടുമുട്ടി. ആരെ കണ്ടുമുട്ടി? യു മെറ്റ് എമിലി. നിങ്ങൾ ആരെ കണ്ടുമുട്ടി? എമിലിയെ കണ്ടുമുട്ടി. സ്റ്റോറി ലെറ്റർ ആക്കി നമുക്ക് ഐഡിയ കിട്ടിയിരുന്നു. എമിലിനെ കിട്ടാൻ പോകുന്നത് അല്ലേ? എമിലിനെ കണ്ടുമുട്ടി. റൈറ്റ് എ കോൺവെർസേഷൻ റിഗാർഡിംഗ് ദി കൺസ്ട്രക്ഷൻ ഓഫ് ദി ബ്രിഡ്ജ് ബ്രൂക്ലിൻ. ഓക്കെ, നിങ്ങൾ എങ്ങനെ എഴുതും? അപ്പൊ കോൺവെർസേഷൻ രണ്ട് കോളം ഉണ്ട്. P1 P2 പറഞ്ഞാൽ പേഴ്സൺ 1 പേഴ്സൺ 2 എന്നാണ്. അപ്പൊ നിങ്ങളും എമിലി ആണെങ്കിൽ എമിലി എഴുതിക്കോളും, ആരെഴുതിക്കോളും? നിങ്ങൾ എഴുതിക്കോളും. അതിൽ ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു, ഫൈൻ. ഇത്ര എഴുതാൻ അറിയാലോ, ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ അറിയാലോ. ഒന്നും അല്ലെങ്കിൽ അര മാർക്ക് ഇടും. എന്നിട്ടോ can you tell me about your experience? നിങ്ങൾ എന്താ ഇതാ പറയാൻ പോകുന്നത്? can you tell me? നിങ്ങൾ എമിലിയോട് ചോദിക്കാണ് can you tell me your experience? അപ്പൊ എമിലി എന്ത് പറയും? എക്സ്പീരിയൻസ് പറയും. എങ്ങനെ? നിങ്ങൾ ഒന്നാമത്തെ വരിക്ക് ജോൺ റോബ്ലിംഗ് ഹാഡ് an idea of construction of the bridge എന്ന് ആര് പറയും? എമിലി പറയും. മനസ്സിലായില്ല? എമിലിയോട് നിങ്ങൾ ചോദിച്ചത് നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാനാണ്. അപ്പൊ നേരെ തിരിച്ച് ഇവിടുത്തെ ഒന്നാമത്തെ വരി ഉണ്ടല്ലോ, ആ വരി നമ്മൾ എഴുതി വെക്കും. ജോൺ റോബ്ലിംഗ് had an idea of construction bridge from North Island to Inland. അപ്പൊ നമ്മൾ എന്ത് ചോദിക്കും? Then what happened?
എന്നിട്ട് എന്ത് സംഭവിച്ചു? അപ്പോ അടിയിൽ വീടിന്റെ അടുത്ത വരി നമ്മൾ എഴുതി വെക്കും. എന്താ എഴുതി വെക്കുക? ഈസ് ആൻ എഞ്ചിനീയർ ആയിരുന്നു. വാഷിംഗ്ടൺ ഡിസൈഡ് ടു ഹെൽപ്പ് ഹിസ് ഫാദർ ടു ബിൽഡ് എ കൺസ്ട്രക്ഷൻ. അപ്പൊ നമ്മൾ വീണ്ടും എന്ത് വയ്ക്കും? Then what happened? അപ്പൊ വീണ്ടും അടുത്ത വരി നമ്മൾ എഴുതി വെക്കും. They started construction of bridge on June 18. അപ്പൊ നമ്മൾ വീണ്ടും എന്ത് വയ്ക്കും? Then what happened? അപ്പൊ വീണ്ടും എമിലി മറുപടി പറയും, ജോൺ റൂബ്ലിംഗ് died. The Washington took the charge of the bridge. Then what happened? മനസ്സിലായോ? He was not able to walk on. അത് സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയായി. അപ്പൊ നമ്മൾ വീണ്ടും വയ്ക്കും, then what happened? അപ്പൊ അവിടെ പറഞ്ഞത് എമിലി is the wife of Washington took the charge. ആ എമിലിക്ക് പകരം എമിലിനോടാണ് സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കും? I took the charge. നിങ്ങളുടെ സംഭാഷണത്തിൽ 5 മാർക്കും കിട്ടും. ഐഡിയ മനസ്സിലായോ? സംഭാഷണം എഴുതിക്കും, ഒരു കോൺവെർസേഷൻ ഇത് വെച്ചിട്ട് എഴുതിക്കും. +2 come on. +2 കാരൊക്കെ ആൻസർ മൂന്നാമത്തെ ചാപ്റ്റർ ദ അലവാഞ്ചി. കോൺവെർസേഷൻ ഹെഡിങ് കൊടുക്കുന്നു, ഗുഡ് മോർണിംഗ് പറയുന്നു. അതിൽ ഒന്ന് എമിലി അക്ക, ഒന്ന് നിങ്ങളുടെ പേരും ഇല്ല. അതായത് ഗുഡ് മോർണിംഗ് ഹൗ ആർ യു, ക്യാൻ യു ടെൽ മീ അബൌട്ട് യുവർ എക്സ്പീരിയൻസ്. അത് നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്ന ആളാണ് നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ പറയുന്ന പറയാം. പിന്നെ മറ്റാൾ മറുപടി പറയുന്നു. ആ മറുപടി പറയുന്നതിന്റെ റോൾ നമ്മളെപ്പോഴും then what happened നമുക്ക് ചോദിച്ചുകൊണ്ടിരിക്കും. മറ്റാളുടെ റോളിൽ നമ്മൾ ആ സെന്റൻസ് എഴുതിക്കൊണ്ടിരിക്കും. ഓക്കെ, അലവൻസ് നോക്കുന്ന പാഠം. The chapter അലവൻസ് is an extract. ഇതൊരു കഷ്ണങ്ങൾ മുറിച്ചെടുത്തൊരു ഏരിയ. ഏതാണ് കഷ്ണം എടുത്തത്? ഫ്രം മോറിസ് ഹെർസോഗിന്റെ ഏറ്റവും വലിയ വിറ്റഴിഞ്ഞ പുസ്തകമായിട്ടില്ല ഹിമാലയൻ എക്സ്പെഡിഷൻ. അതിന്റെ പേര് അന്നപൂർണ എന്ന് പറയുന്ന ഹിമാലയ യാത്രയെ കുറിച്ചിട്ടുള്ള വലിയൊരു സംഭവത്തിൽ നിന്ന് ചെറിയ അടർത്തിയെടുത്ത ഏതാനും ഭാഗങ്ങളാണ് ഈ അലവാഞ്ചെ എന്ന് പറയുന്ന പാഠഭാഗത്തിലുള്ളത്. The expedition was a climbing the Himalaya. ഇത് ഹിമാലയം കയറുക എന്നതാണ് എക്സ്പെഡിഷൻ, which was really adventurous. ഭയങ്കര അഡ്വഞ്ചറസ് എന്താ? സാഹസികമായിട്ടൊരു യാത്രയാണ്. എന്നിട്ടോ ചാലഞ്ചിങ്, ഭയങ്കര വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. മോറിസ് ആൻഡ് ഹെർ other fellow travelers, മോറിസും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും had to face, അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു several life threatening experiences, ജീവിത മരണ പോരാട്ടങ്ങൾക്ക് വിധേയമാണ്ടി വന്നു. However, എങ്ങനെയാണെങ്കിലും in the end, അവസാനം they successfully completed, അവരത് പൂർത്തിയാക്കി the expedition, ആ ഒരു യാത്ര. എക്സ്പെഡിഷൻ എന്ന് പറഞ്ഞാൽ ഈ മലമുകളിൽ കയറുന്നതിന് നമ്മൾ എന്താ പറയാ? എക്സ്പെഡിഷൻ എന്ന് പറയാം. And during all hardship, എല്ലാവിധ പ്രയാസങ്ങളെയും മറികടന്നുകൊണ്ട് this journey, ഈ യാത്ര provided, നൽകി an opportunity, ഒരു അവസരം. എന്തിന്? to develop, എന്തുണ്ടാവാൻ? സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കാൻ, സെൽഫ് അവയർനെസ്, സ്വന്തമായ ഒരു ബോധം വർദ്ധിക്കാൻ, and ടീം വർക്ക്, ഒരു ടീമായി പ്രവർത്തിക്കണം തിരിച്ചറിയണം. The Alvanche is all about, അതെന്തിനെ കുറിച്ചാണ്? പോസിറ്റീവ് ബിഹേവിയർ, നല്ല സ്വഭാവം, പോസിറ്റീവ് ബിഹേവിയർ, നല്ല സ്വഭാവ രൂപീകരണത്തെ കുറിച്ചിട്ടും എ ചാലഞ്ചിങ് ജേർണി ക്യാൻ ബ്രിങ് ടു വൺസ് ലൈഫ്, ഒരു സാഹസികമായ യാത്ര നമ്മുടെ ജീവിതത്തിൽ മനോഹരമായ നല്ല സ്വഭാവങ്ങൾ കൊണ്ടുവരും. ഓക്കെ, ഇതിൽ സ്പീച്ച് ഉണ്ടാക്കാൻ പറഞ്ഞുണ്ടായിക്കൂടെ? എളുപ്പല്ലേ? ഒരു ലെറ്റർ എഴുതാൻ പറഞ്ഞാൽ എഴുതിക്കൂടെ? എഴുതാം. ഒരു കോൺവെർസേഷനുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇയാളുമായിട്ട്, മോറിസുമായിട്ട് നിങ്ങൾക്ക് എന്താണ് ഇതിൽ പഠിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഈ ഇതിനർത്ഥം അറിഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾ എഴുതാം.
അർത്ഥം അറിയാണെങ്കിൽ സൂപ്പറായിട്ട് നീ കട്ട് ചെയ്ത് ഇങ്ങനെ എഴുതാം. നിങ്ങൾ ചോദിക്കുകയാണ് ടെൽ മി യുവർ എക്സ്പീരിയൻസസ് ഇൻ ഹിമാലയ ക്ലൈംബിംഗ് എന്നൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി എഴുതാൻ പറ്റും. ഇതെല്ലാം വരികൾ ആഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ? പ്ലസ് വൺ വരെ എഴുതി കഴിഞ്ഞോ കോൺവെർസേഷൻ? ഇല്ല. ഇത് ചോദിച്ചിരുന്നു. ചോദിച്ചാ സുന്ദരമായിട്ട് എളുപ്പല്ലേ? ആ, ഇനി പ്ലസ് ടുകാര് ഒരു പാഠം കൂടി നോക്കൂ. പ്ലസ് ടു തന്നെ അടുത്ത പാഠം നോക്കി. ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ്. ഞാൻ എൻ്റെ മുത്തശ്ശിയെ എങ്ങനെ പഠിപ്പിച്ചു. The ചാപ്റ്ററിന്റെ പേര് ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ്. എൻ്റെ മുത്തശ്ശിയെ ഞാൻ എങ്ങനെയാണ് എഴുതാൻ പഠിപ്പിച്ചത് എന്നുള്ള പാഠം was written by സുധാമൂർത്തി. എന്താ അർത്ഥം? സുധാമൂർത്തിയാണ് എഴുതിയത്. In this lesson, ഈ പാഠത്തിൽ she writes, അവർ എഴുതുന്നു about her attempt, അവരുടെ ശ്രമങ്ങളെ കുറിച്ച് എഴുതുന്നു to reach her grandmother. എന്തിനാ? to teach, പഠിപ്പിക്കാൻ her grandmother, അവരുടെ മുത്തശ്ശിയെ to read the Kannada alphabet. എന്ത് പഠിപ്പിക്കാനാണ്? കന്നഡ alphabet. The name of her grandmother was കൃഷ്ണക്ക. ഗ്രാൻഡ്മദറിന്റെ പേരെന്താണ്? കൃഷ്ണക്ക എന്നാണ് ഗ്രാൻഡ്മദറിന്റെ പേര്. അപ്പൊ നമ്മൾ ഈ പാഠത്തിൽ രണ്ടാൾക്കാരെ പഠിച്ചു. ആരൊക്കെയാ? സുധാമൂർത്തിയും അല്ലേ? യെസ്, കൃഷ്ണയ്ക്ക് പഠിച്ചു. അപ്പോ ഇതില് എവിടത്തെ she never went to school. ഗ്രാൻഡ്മദർ എവിടെ പോയിട്ടില്ല ഇതുവരെ? സ്കൂളിലേക്ക് പോയിട്ടില്ല. so she could not read. അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? വായിക്കാൻ കഴിയില്ല. could not read. every Wednesday, എല്ലാ ബുധനാഴ്ചയും സുധാമൂർത്തി read the episodes of a story. എല്ലാ ബുധനാഴ്ചയും സുധാമൂർത്തി എന്ത് ചെയ്യും? read, വായിക്കും ഒരു എപ്പിസോഡ് ഓഫ് എ സ്റ്റോറി നേംഡ് കാശി യാത്ര ഫോർ ഗ്രാൻഡ്മദർ. അപ്പൊ ഗ്രാൻഡ്മദറിന് വേണ്ടിയിട്ട് ഒരു പണി കൂടി ഉണ്ട്. എല്ലാ ബുധനാഴ്ച എന്ത് ചെയ്യും? സുധാമൂർത്തി ഒരു എപ്പിസോഡ് വായിച്ചു കൊടുക്കും. ഏതില്? കാശി യാത്ര എന്ന് പറയുന്ന ഒരു സ്റ്റോറി. ഫൈനലി അവസാനം ഗ്രാൻഡ്മദർ തീരുമാനിച്ചു ടു ലേൺ കന്നഡ പഠിക്കാൻ തീരുമാനിച്ചു. ടു റീഡ് ദ സ്റ്റോറി ഓഫ് കാശിയാത്ര. ഈ കാശിയാത്ര എന്ന് പറയുന്നത് എല്ലാ ബുധനാഴ്ചയും ഇങ്ങനെ സുധാമൂർത്തി കൊണ്ട് വായിപ്പിക്കുന്നതിന് പകരം സ്വന്തമായിട്ട് വായിക്കാൻ ആഗ്രഹം കൊണ്ടാണ് അവർ എന്ത് പഠിക്കുന്നത്? കന്നഡ പഠിക്കുന്നത്. ഓക്കെ. ആൻഡ് സുധാമൂർത്തി became teacher of her grandmother. സുധാമൂർത്തി എന്തായി മാറി? ടീച്ചറായിട്ട് മാറി. മനസ്സിലായോ? അപ്പൊ എല്ലാം ഒരു നിമിത്തമാണ്. എനിക്ക് ഓർമ്മയുണ്ട് 2000 ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ ഫാദർ ഗൾഫിലായിരുന്നു. കുറേ വർഷം ഗൾഫിലായിരുന്നു. പണ്ട് പിന്നെ സ്കൂളൊക്കെ പോയി 10ാം ക്ലാസ്സിൽ കളിച്ചാണ് തോറ്റാണ് ഉണ്ടാവുമല്ലോ. പിന്നെ ആൾ നാട്ടിൽ വന്നു ഒരു വർഷം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇക്വലൻസിക്ക് ചേരണമെന്നാണ്. തുല്യത 10ാം ക്ലാസ് കൊണ്ട് ചേർത്തി പഠിത്തം ബാക്കി. അത് കഴിഞ്ഞ് 10ാം ക്ലാസ് പാസ്സായി. പിന്നെ +2 കൊണ്ട് ചേർത്തി. +2 പാസ്സായി. പിന്നെ ഞാൻ കൊണ്ട് ഇന്ത്യൻ ഡിപ്ലോമ ഞാൻ പറയില്ലേ 10ാം ക്ലാസ് കഴിഞ്ഞ ആളുകൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന കൗൺസിലിംഗ് കോഴ്സ് ഉണ്ടല്ലോ, അതിന് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യിപ്പിച്ചു. അപ്പോൾ അതും ഞാൻ പഠിപ്പിച്ചു. അപ്പോൾ അത് പാസ്സായി. അത് കഴിഞ്ഞ ശേഷം ഡിഗ്രിക്ക് കൊണ്ട് ചേർത്തി. ഡിഗ്രി ബികോം ഇംഗ്ലീഷ് ബികോമിനോട് ചേർത്തി. അപ്പോൾ ബികോം സെക്കൻഡ് ഇയർ ആണ് ആൾ. മനസ്സിലായോ? ഫാദർ 18ാം വയസ്സിൽ കഴിഞ്ഞ വയസ്സ്. ഇപ്പൊ ഫാദറിന് 57 വയസ്സ്. മനസ്സിലായോ? അപ്പോൾ ഫാദറിന് 20 വയസ്സായപ്പോൾ ഞാൻ കുട്ടിയാണ്. ഭാഗ്യവാനല്ലേ? നമ്മളിപ്പോൾ 25-27 കല്യാണം കഴിച്ച് നമ്മളെ കുട്ടികൾ നമ്മളെ പ്രായമാകുമ്പോഴത്തേനും നമ്മൾ ഞങ്ങൾ പ്രായമുണ്ടോ? ഇതൊന്ന് രാവിലെ എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പിന്നെ ഫറോക്കിലേക്ക് വരണം. ഞാൻ ഇപ്പം നിങ്ങൾ കോളേജ് ലീവൊക്കെ പോയിരുന്നു. പ്രിൻസിപ്പളോട് സാർ പ്ലീസ് എന്ന് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച കുറേ എറണാകുളത്തേക്ക് ഫുള്ള് എറണാകുളത്തേക്ക്. അത് കഴിഞ്ഞ് ഇന്നലെ നാട്ടിലെത്തി. നേരെ അവിടുന്ന് പിന്നെ ഫാദറിനോട് പറഞ്ഞു 5:40 ഫറോക്കിൽ നിന്ന് ട്രെയിന് ഡ്രോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ഫാദറിന് വന്ന് അവിടെ ഒരു 5:39 ഞാൻ സ്റ്റേഷനിലെത്തി. ഈ ഹൈവേ ഭയങ്കര ബ്ലോക്കല്ലേ. ഇപ്പോൾ ഒരു വണ്ടി മുമ്പിലുണ്ടെങ്കിൽ ഓവർടേക്ക് ചെയ്യാൻ പറ്റാത്ത സൈഡ് റോഡല്ലേ.
9 ഓടി ചാടി ട്രെയിനിൽ ഓടി കയറി അങ്ങനെ പോകുന്നത്. അപ്പോൾ അത് ഡ്രോപ്പ് ചെയ്യാൻ ഫാദറാവുന്നത് സൗകര്യം. നൈറ്റ് ജയിലിലേക്കുണ്ടെങ്കിൽ ഫാദറിനെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഫാദറിനെ കൂടെ കൂട്ടി. അങ്ങനെ നമുക്ക് തിരിച്ചു വരുമ്പോൾ രാത്രി ഉറക്കം വന്നു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ കിടക്കാം വണ്ടിയിൽ ഫാദർ കൂട്ടിയിട്ടുള്ളൂ. അപ്പം അങ്ങനെയുള്ളൊരു കെമിസ്ട്രിയാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ഫാദറിന് മദറിനൊക്കെ കൂട്ടിയിട്ട് പോകും. വയനാടാണ് പരിപാടി എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകും. ഇന്നലെ എൻ്റെ വൈഫിനോട് പറഞ്ഞില്ല, കാസർഗോഡ് പരിപാടിയാണ്, കാസർഗോഡ് നമ്മൾ പോയിട്ടില്ലല്ലോ. എൻജോയ്മെന്റ് അല്ലേ അല്ലേ? കാലിക്കറ്റിന്റെ ബോർഡറാണ്, കാലിക്കറ്റ് മലപ്പുറത്തിന്റെ ബോർഡറാണ് ഇവിടെ. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പോ ദി ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എലമെന്റ് കഴിഞ്ഞു. ഹൗ ടു ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇതില് നിങ്ങളോട് ഒരു ഡയറി എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എഴുതൂലേ? എഴുതൂലേ? യെസ്. ഒരു സ്റ്റോറി എഴുതാൻ പറഞ്ഞാൽ എഴുതൂലേ? ഒരു കോൺവെർസേഷൻ എഴുതൂലേ? എന്നൊരു കോൺവെർസേഷൻ എഴുതി. സുധാമൂർത്തി നിങ്ങൾ തമ്മിലുള്ള റൈറ്റ് എ കോൺവെർസേഷൻ വിത്ത് സുധാമൂർത്തി. ഒന്ന് എഴുതി. ഫോർമാറ്റ് അറിയാലോ? ഫോർമാറ്റ് അറിയാലോ? ഗുഡ് മോർണിംഗ് പറഞ്ഞ് നമ്മൾ തുടങ്ങും. എന്നാലും സുധാമൂർത്തി നമ്മൾ എന്ത് ചോദിക്കും? ടെൽ മീ യുവർ എക്സ്പീരിയൻസ്. അപ്പൊ സുധാമൂർത്തി എന്ത് പറയും? എന്ത് പറയും? The chapter How I Taught My Grandmother to Read was written by സുധാമൂർത്തി. നിങ്ങൾ എഴുതൂല, അതിന് പകരം എന്തായാലും പറയാ, നിങ്ങളുടെ ഗ്രാൻഡ്മദറിനെ എന്ത് പഠിപ്പിച്ചു? നിങ്ങൾക്ക് നിങ്ങളുടെ പുസ്തകത്തെ കുറിച്ച് പറയാം. How I taught my grandmother is written by me. ഞാൻ എഴുതിയ പുസ്തകമാണ്. അപ്പൊ നമുക്ക് എന്ത് വയ്ക്കാം? Then what happened to വയ്ക്കാം. അപ്പൊ in this lesson she എന്നതിന് പകരം നമ്മൾ I നാക്കി മാറ്റും. I write about my attempt to teach my grandmother to read Kannada alphabet എന്ന് പറയും. അപ്പൊ എങ്ങനെ നമ്മൾ ചോദിക്കും what happened. അപ്പോ the name of the grandmother was കൃഷ്ണക്ക എന്ന് പറയും. Then what happened എന്ന് ചോദിക്കും. She never went to school എന്ന് പറയും. അപ്പൊ ആ ഓരോ വരി പറയുമ്പോഴും നമ്മൾ അടിയിൽ എന്ത് ചേർത്ത് കൊടുക്കും? മിനിമം then what happened എന്ന് ചോദിക്കും. അല്ല നിങ്ങൾക്ക് ചില ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ അറിയുമെങ്കിൽ ഉണ്ടാക്കി വരികയും ചെയ്യാം. ക്ലിയർ ആയോ? അറിയില്ല, ഒന്ന് എഴുതി വെക്കും, മനസ്സിലാവും. ക്വസ്റ്റ്യൻ ചോദ്യം തരും, ഒന്ന് എഴുതി നോക്കും. കിട്ടില്ല ഞാൻ പറയാം.
കുട്ടികളെ ഐഡിയ കിട്ടിയോ? പിന്നെ ഒരുപാട് വാട്ട് ഹാപ്പൻ എന്നുള്ളത് നമ്മുടെ ഒറ്റ കൈക്കുള്ള പ്രയോഗമാണ്, മനസ്സിലായില്ലേ? അപ്പൊ അതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു വാട്ട് ഹാപ്പൻ ചോദിക്കുകയാണെങ്കിൽ അതിന്റെ അടുത്തത് ക്യാൻ യു ഷെയർ മോർ ചോദിക്കാം. ഒരു എക്സൈറ്റ്മെന്റ് സംഭവം പറയണമെങ്കിൽ വാവ് അങ്ങനെ ചോദിക്കാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അതൊക്കെ ചെയ്യാം കേട്ടോ. നമ്മൾ പറയുന്നത് എന്തിനാണ്, നമ്മളിപ്പോ ചെയ്യുന്നത് ഫസ്റ്റ് എയ്ഡ് ആണ്, അവസാനം അവിടെ ഒരു മാർഗം കേട്ടോ. ശരി, ക്ലിയർ ആണോ? ഈ പ്ലസ് വൺ ഏത് പേപ്പർ എടുത്ത്? പ്ലസ് വൺ Okay, plus one, come on. The boot. കിട്ടിയോ? ഇനി ആ പാഠത്തിന് എല്ലാ പാഠത്തെ കുറിച്ച് നിങ്ങൾക്ക് ധാരണ വേണം. എന്നാലുള്ള ഭാഗ്യവാന്മാർ ഒരൊറ്റ ക്ലാസ്സിൽ മുഴുവൻ പാഠങ്ങളും മനസ്സിലാക്കാൻ കിട്ടലാണ്. അല്ലേ? The boot. The name of the drama. അപ്പൊ ഈ boot എന്ന് പറഞ്ഞൊരു ഡ്രാമയെന്ന് മനസ്സിലാക്കാം കേട്ടോ. The boot was a drama written by ആന്റൺ ചെക്കോവ്. ആരെഴുതിയത്? ആന്റൺ ചെക്കോവ് എഴുതിയത്. അതിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയെന്ന് പഠിച്ചു വെക്കുക. ഒന്ന് മിസ്സിസ് പോപ്പോവ് ആണ്, രണ്ട് ലൂക്ക അവിടുത്തെ സർവന്റ് ആണ്, മൂന്ന് സ്മിർനോവ് ആണ്. ഓക്കെ, അപ്പോ മിസ്സിസ് പോപ്പോവ്സ് ഹസ്ബൻഡ് പാസ്ഡ് അവേ. പോപ്പോവിന്റെ ഹസ്ബൻഡ് മരിച്ചുപോയി. ഓക്കെ, എഴുതിട്ടോ? പോപ്പോ മരിച്ചു നടത്താം. മിസ്സിസ് പോപ്പോവിന്റെ ഹസ്ബൻഡ് മരിച്ചുപോയി. അപ്പൊ സ്മിർനോവ് ലവ്സ് മിസ്സിസ് പോപ്പോവ്. സ്മിർനോവ് ആരെ സ്നേഹിക്കുന്നു? ഈ മിസ്സിസ് പോപ്പോവിനോട് ആർക്ക് സ്നേഹം? സ്മിർനോവിന് സ്നേഹം. ആൻഡ് ഹി യൂസ്ഡ് ടു ട്രിക്ക്. അദ്ദേഹം കുറെ ട്രിക്ക് യൂസ് ചെയ്യുന്നു ടു ഷോ ഹിസ് ലവ്, അദ്ദേഹത്തിന്റെ സ്നേഹം കാണിച്ചു കൊടുക്കാൻ. ആൻഡ് ഫൈനലി അവസാനം ഹിസ് അറ്റംപ്റ്റ് ബിക്കേം സക്സസ്ഫുൾ. അദ്ദേഹത്തിന്റെ ശ്രമം വിജയിച്ചു. എന്ന് പറഞ്ഞാൽ അയാൾ വരുന്നുണ്ട്, മിസ് പോപ്പോവിനെ കാണുന്നുണ്ട്, എനിക്ക് പൈസ ഹസ്ബൻഡ് കടം തരുന്നത്, പിന്നെ എന്നിട്ട് വാങ്ങിയിട്ട് അങ്ങനെ കുറെ ട്രിക്ക് കുറെ പല ഡ്രാമ വലിഞ്ഞ് നീണ്ടു പോവാണ്. ആകെ ശരിക്കും ഇത്രയേ ഉള്ളൂ. ഇത് 3 കഥാപാത്രങ്ങൾ നമ്മൾ ഓർമ്മിക്കണം. ആരൊക്കെ ഓർമ്മിക്കണം? സ്മിർനോവിനെ ഓർമ്മിക്കണം, മിസ് പോപ്പോവിനെ ഓർമ്മിക്കണം, ലൂക്കയെ ഓർമ്മിക്കണം. പോപ്പോ കുറെ ട്രിക്സ് യൂസ് ചെയ്യുന്നു. എന്തിന്? സോറി, സ്മിർനോവ് കുറെ ട്രിക്സ് യൂസ് ചെയ്യുന്നു. എന്തിന്? പോപ്പോവിനെ അയാളുടെ സ്നേഹം അറിയിക്കാനും അയാളുടെ കൂടെ വരും. ഇതാണ് അതിന്റെ ആകത്തുക കേട്ടോ. ഇത് പലപ്പോഴും വലിയ കുറെ ലൈൻസ് തന്നിട്ട് താഴെ 4-5 ചോദ്യം തരും. അതിൽ നിന്നുള്ളത് തന്നിട്ട് നോക്കി എഴുതാനാണ് പറയാറുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് തത്വം തരം ചോദിക്കാറില്ല. നോക്കാം. അടുത്ത ചാപ്റ്റർ നോക്കി, The poem Cherry Tree. Okay, the poem Cherry Tree. The name of the poem The Cherry Tree was written by Helen? Okay, Helen Bailey. The poem humorously explained വളരെ രസകരമായി വിശദീകരിക്കുന്നു the self-centeredness, മനുഷ്യന്റെ സ്വാർത്ഥത, and his exploitation, അയാളുടെ ചൂഷണം of natural resources,
പ്രകൃതിയെയും അതിന്റെ ഉറവിടങ്ങളെയും മനുഷ്യൻ ചെയ്യുന്ന ചൂഷണങ്ങളെ കുറിച്ച് പറയുന്നു. In this poem, ഈ പോയത്തില് the boy, ആ കുട്ടി hates, അവൻ വെറുക്കുന്നു birds, എന്തിനെ? പക്ഷികളെ, sparrows, ചെറിയ ചെറിയ കിളികളെ, because they took the cherry, കാരണം അവരെല്ലാവരും അവന്റെ ചെറി എടുത്ത് കൊണ്ടുപോയി. He think, അവൻ ചിന്തിക്കുന്നു that if birds took cherry, nothing will left for him. അപ്പൊ എല്ലാ ചെറിയും അവൻ എടുത്തുകൊണ്ട് കഴിഞ്ഞാൽ അവനൊന്നും കിട്ടൂല. ഇത്രയേ ഉള്ളൂ അതിൽ. അപ്പൊ വാട്ട് വാസ് ദ തോട്ട്സ് ഓഫ് എ ബോയ്? ആ കുട്ടിയുടെ ചിന്ത എന്താ? വാട്ട് ഈസ് ദി തീം ഓഫ് ദി പോയം? ആ പോയത്തിന്റെ ഏറ്റവും വലിയ തീം എന്താ? പോയ എന്തിനെ കുറിച്ചാ പറയുന്നത്? ചെറിയട്ടിനെ കുറിച്ചിട്ടാണ്. അതിന്റെ ഒരു തീം എന്താ? മനുഷ്യന്റെ സെൽഫ് സെന്റേഴ്സിനെ കുറിച്ചും സ്വാർത്ഥത്തെ കുറിച്ചും. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, you have to prepare a speech in natural conservation day. പ്രകൃതി സംരക്ഷണ ദിവസത്തില് നിങ്ങൾ ഒരു ക്ലബ് സെക്രട്ടറിയാണ്, നിങ്ങൾക്ക് ഒരു സ്പീച്ച് ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കണക്ഷൻ വിത്ത് പോയം ഏതുമായി ബന്ധപ്പെട്ട് ചെറിയ ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ can you connect? വരികളില്ലേ? കണക്ട് ചെയ്തൂടെ? ചെയ്തല്ലേ? പ്രകൃതി സംരക്ഷണം നമുക്ക് ബന്ധമുണ്ടോ? ഉണ്ടോ? ഉണ്ട്. അപ്പൊ അതില് കണ്ടന്റ് അതോടെ ചേർക്കണം കേട്ടോ. ഒരു പാഠം നോക്കി, അംബ്രല്ല മോറൽസ്. ആറാമത്തെ പാഠം എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? നിങ്ങൾ ഈ കഴിഞ്ഞ അപ്പങ്ങളിലേക്കാണ് ഇത് വരെ ചെയ്യിപ്പിച്ചിട്ട് അടുത്ത പേര് പണിയുള്ളൂ. ഓക്കെ, അംബ്രല്ല മോറൽസ്. ഇത് ഈ പോയം ഒക്കെ ഒരേ സംഭവം പറയുന്നത്. അംബ്രല്ല മോറൽസ് എന്താ? അംബ്രല്ല മോറൽ എന്താ? മൊറാലിറ്റി, ധാർമ്മികത, ശരി തെറ്റ്, അല്ലേ? നമ്മൾ സൈക്കോളജി പറയും 4 വയസ്സ് വരെ ഉള്ള സംബന്ധിച്ചിടത്തോളം മോറൽ വാല്യൂസ് നമ്മൾ ഫോക്കസ് ചെയ്യാറില്ല. 4 മുതൽ 10 വയസ്സ് വരെ ഒരു കുട്ടി നന്നാവണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും അപ്രീസിയേഷൻ കൊടുക്കണം, അല്ലെങ്കിൽ ഒരു അടിയെ പേടിയുണ്ടെങ്കിൽ കുട്ടി നന്നാവും. ഈ 4 വയസ്സ് 10 വയസ്സിന് 13 വയസ്സ് വരെ കുട്ടിയുടെ ഫ്രണ്ട്സ് എന്താണോ ചെയ്യുന്നത് അത് മാത്രമേ ചെയ്യുള്ളൂ. നമ്മൾ വെറുതെ അടിച്ചിട്ട് കാര്യം ഇല്ല. 14 വയസ്സുകളിൽ മുകളിലോട്ട് ആ കുട്ടിക്ക് തോന്നിയാലേ ചെയ്യൂ. നിങ്ങൾ തലകുത്തി മാറുന്നത് കാര്യമില്ല. മനസ്സിലായോ? അപ്പൊ കൺസൾട്ടേഷൻ വരുന്ന ആളോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സംഭവമുണ്ട്, സാറേ ഒന്ന് ഉപദേശിക്കണം നന്നാക്കണം. ലോകത്തിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു സാധനമേ ഉള്ളൂ. അങ്ങനെ നമ്മളൊക്കെ എന്ത് നന്നായി പോകും അല്ലേ? നന്നാവണ്ടേ? നന്നാവണ എന്താ ചെയ്യാ? ഉപദേശിച്ചിട്ട് കാര്യമില്ല, അവനവൻ തീരുമാനിക്കണം അല്ലേ? ഇപ്പൊ ഏറ്റവും കൂടുതൽ വരുന്ന കേസ് ഉണ്ടാകും പ്രേമ കേസാണ്. ഞാൻ കഴിഞ്ഞ 2 വർഷം 3 വർഷം എനിക്ക് ഒരുപാട് ശാപത്തിന്റെ അങ്ങേയറ്റായി. ചില ആൾക്കാർ പെണ്ണ് പോയ ഓൺ ദി സ്പോട്ട് ചെക്കൻ വിളിക്കും, സാർ എനിക്കൊരു ബുക്കിംഗ് വേണം, അതെന്താണ് എനിക്കൊരു അഫയർ ഉണ്ട്, അത് എന്നിട്ട് നിങ്ങളടുത്ത് വന്നിരുന്ന നേരത്തെ ഓളെ ചെക്കനാണ്, പിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനാണ് വിളിക്കുന്നത്. മനസ്സിലായോ? ഈ അഫയർ പൊട്ടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ചാലഞ്ചിങ് ഒരു സാധനമാണ്. ലോങ് ഒരുപാട് ഈ ഏരിയ ഒരുപാട് ലോങ് അധികം ആളുകളുണ്ടാവും അങ്ങോട്ട് എത്തുന്നത്. ആരെ നമ്പർ കൊടുക്കുന്നില്ല, അതായത് എത്തിയിട്ടുണ്ട് ഒരുപാട് കേസുകൾ. യെസ്. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്നറിയോ, ഈ നിശ്ചയം കൂടി സെറ്റായി കല്യാണം നിൽക്കാവൊക്കെ കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞിട്ട് കുട്ടി വരും. അത് ശരിയല്ല. ഏത് കുട്ടി? ആൺകുട്ടിയില്ല, പെൺകുട്ടി വരെ കല്യാണം കഴിക്കാൻ ബാക്കിയുണ്ടോ? ഒരാളുണ്ട് ആകെ സങ്കടപ്പെട്ടിരുന്നത്. അപ്പൊ ഭയങ്കര അല്ലേ? ബാക്കിയെല്ലാം കഴിഞ്ഞാ അപ്പൊ ഈ ഒരു പിന്നെ നിശ്ചയം കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞിട്ട് പെൺകുട്ടി പറയും എനിക്കത് വേണ്ട. അപ്പൊ എന്താ ഒരു വൈകില്ല. എന്നിട്ട് രക്ഷിതാക്കള് എന്നോട് പറയും, സാറേ ഈ വൈബ് എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് 10 വയസ്സ് കൊടുത്തിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല നമുക്ക്. മനസ്സിലായോ? ഇതൊക്കെയാണ് ഇപ്പൊ ഞാൻ കൗൺസിലിംഗ് ചെയ്ത കുട്ടികൾ ഇപ്പൊ ഡീൽ ചെയ്യാതെ. മുമ്പ് അബ്നോർമൽ കേസസിന്റെ കുറെ പാത്രങ്ങളുണ്ട്, ഇപ്പൊ അതൊന്നും അല്ലത്. ഇപ്പൊ പഠന പ്രശ്നം, പഠന വൈകല്യങ്ങൾ, പഠന ഇഷ്യൂസ്, അതേപോലെ കല്യാണം, തൽക്കാലം വിഷയങ്ങൾ, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ഇതൊക്കെ തന്നെ പ്രശ്നം. പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസകരമായിട്ട് കുറേ കാര്യങ്ങൾ പറയാൻ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ലേറ്റർ ടോപ്പിക് അതല്ലാത്തതുകൊണ്ട് അംബ്രല്ല മോറൽസിലേക്ക് പോകും. എന്തിനാ പറഞ്ഞാലും ഇതെല്ലാം മോറൽ വാല്യൂസുമായി ബന്ധപ്പെട്ടാണ്. നോക്കണേ,
The story was written by A.G. Gardiner. The story is A.G. Gardiner. In this chapter, the author പറയുന്നു about the moral values of an individual. മനുഷ്യന്റെ ധാർമ്മികതയെ കുറിച്ചിട്ട് പറയുന്നു. The people are not giving importance. ജനങ്ങൾ പ്രാധാന്യം നൽകുന്നില്ല with respect to ബഹുമാനത്തിന് and the responsibilities, ഉത്തരവാദിത്തങ്ങൾക്ക്. He used അദ്ദേഹം യൂസേജ് ഉപയോഗിച്ചു the theme ഉപയോഗിച്ചു umbrella conscious എന്നുള്ള വാചകമാണ് അദ്ദേഹം ഉപയോഗിച്ചത് to explain his ideas. ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. He says that his own silk umbrella was took by some rascal. എൻ്റെ സിൽക്ക് അംബ്രല വരെ റാസ്കൽ എടുത്തുകൊണ്ടുപോയി who was umbrella conscious. അയാൾക്ക് അംബ്രലയെ കുറിച്ചൊരു ബോധം ഇല്ല. ഓക്കെ, ബോധം ഉണ്ട് എന്നുള്ള അംബ്രല കോൺഷ്യസ് അംബ്രല ഉപയോഗിക്കണമെന്ന് ബോധമുണ്ട്, പക്ഷെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ബോധമില്ല. In the end he learned that he must write his name on umbrella. അവസാനം ഇയാൾ മനസ്സിലാക്കിയിട്ടാണ് ഇനി കുടയിട്ട് പോണ സമയത്ത് കുടന്റെ മേലെ എന്ത് ചെയ്ത് വെക്കണം, പേര്. നമ്മൾ അങ്ങനെ പണ്ടങ്ങനെ ചെയ്യുന്നില്ലേ, പേനന്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ നിറച്ച് കാര്യമായിട്ട് കൊണ്ടാതിരിക്കാൻ. ഇതേക്കരെ പറയുന്നത് മനുഷ്യനൊക്കെ സ്വാർത്ഥരാണ്, അവരെ കാര്യങ്ങൾക്ക് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. ഏതിന്റെ സംക്ഷിപ്ത രൂപം? അംബ്രല്ല മോറൽസ് അല്ലേ. നമ്മുടെ ലൈഫിൽ ഇപ്പൊ നമ്മളിങ്ങനെ ചുരുങ്ങി വരികയാണ്. നമ്മൾ ഫോണാണ് ഇപ്പൊ ഇവിടെ എത്തിയാൽ ഇവിടെ ഈ ഫോണിലാണ് ഇങ്ങനെ ഞോണ്ടിരിക്കും. ഈ ചുറ്റുവട്ടത്തിൽ എന്ത് വന്നാലും നമ്മൾ അറിയില്ല. ഒരു കള്ളന്മാര് വന്നു കഴിഞ്ഞാൽ ഒരു ആരും അറിയില്ല. ഞാൻ ട്രെയിനിൽ പോകുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പുറത്ത് ആരുണ്ട് ഇപ്പുറത്ത് ആരുണ്ട് ഒന്നും അവരെന്തല്ല ബോധേഡല്ല. ഫ്രീ ടൈം ഉണ്ടെങ്കിൽ പ്രശ്നമില്ല, നെറ്റ് മാത്രം ഉണ്ടായാൽ മതി അല്ലേ. ആ ലോകത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും ചെയ്യാൻ കഴിയില്ല. മക്കള് ഫോണിന്ന് അകറ്റി നിർത്താൻ കഴിയില്ല. അവരെങ്ങനെ പോസിറ്റീവ് ഉപയോഗിക്കാൻ മാത്രമേ പഠിപ്പിക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ നമ്മൾ 2-3 പാഠം പഠിച്ചില്ല. ഗൂറ് പറഞ്ഞു, ദ പോയം ചെറുകിരി പറഞ്ഞു, അംബ്രല്ല മോറൽസ് പറഞ്ഞു. ഈ 3 ഏരിയകളിലും വരാൻ സാധ്യതയുള്ള രൂപത്തില് നിങ്ങളുടെ ഒരു സ്പീച്ച് നിങ്ങൾ എഴുതി വെക്കണം, ഒരു ഡയറി നിങ്ങൾ എഴുതണം, ഒരു ഫോർമൽ ലെറ്ററിലേക്കാണ് കയറുന്നത്. ഫോർമൽ ലെറ്റർ. ഇതിൽ ഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അംബ്രല്ല മോറൽസ് ഒരു എക്സാമ്പിൾ പറയണേ. ഇപ്പൊ നിങ്ങൾക്ക് ഫോർമൽ ലെറ്റർ ലിസ്റ്റ് നോക്കി, എല്ലാവരും ഫോർമൽ ലെറ്റർ നോക്കി. ഫോർമൽ ലെറ്ററിന്റെ ഫോർമാറ്റ് കണ്ടോ? ഡേറ്റ് പ്ലേസ് അത് ആ ഭാഗത്തിട്ടാണ് ഈ ഭാഗത്തിട്ടാണ് പ്രശ്നമില്ല. പുതിയ ഫോർമാറ്റ് പ്രകാരം ഫ്രം ഡേറ്റ് പ്ലേസ് ടൈം ഒന്നും എഴുതില്ല. ഫ്രം ആര് നമ്മള് ടു ആർക്ക് കേട്ടോ, ടു ആർക്ക്. എന്നാ നിങ്ങൾ ആ കോളത്തിൽ നേരെ മേലെ തന്നെ അവിടെ ഇമെയിൽ എന്ന് പറഞ്ഞ സാധനം കണ്ടോ? ഇമെയിൽ ഫോർമൽ ലെറ്ററിന് ഇങ്ങേ ഭാഗത്ത് ഈ സൈഡിൽ ഒരു ഇമെയിൽ ഉണ്ട്. ഇമെയിലിൽ എന്ത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ? റെസിപ്പിയന്റ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എന്താ കൊടുത്ത്? റെസിപ്പിയന്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആർക്കാണ് ഈ മെസ്സേജ് കിട്ടേണ്ടത്? അപ്പോ എന്തെങ്കിലും @gmail.com നിങ്ങൾ അവിടെ എഴുതി വെക്കണം. ക്ലിയർ ആയോ? പിന്നെ സബ്ജക്ട് എന്താണോ നിങ്ങൾ എഴുതാൻ ഉദ്ദേശിച്ചത് ആ സബ്ജക്റ്റ് ആണ്. അത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? പിന്നെ നിങ്ങൾ മാറ്റർ പിന്നെ നിങ്ങൾ ഈ ഫോർമൽ ലെറ്ററിലേക്ക് വന്നോളൂ. ഡിയർ സാർ എന്നുള്ളതിന്റെ ഒരു ഏരിയ ആ ഇൻഫോർമൽ ആയി പോകും. ഫോർമൽ ലെറ്ററിലേക്ക് വന്നോളൂ. ഫോർമൽ ലെറ്റർ തിരിച്ചു വന്നോ? ഇമെയിൽ ടു ഇമെയിൽ അഡ്രസ് എഴുതണമെന്ന് മാത്രമേ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഈ ഫോർമലിലേക്ക് വന്നോളൂ. ഫ്രം നിങ്ങളുടെ പേര്, ടു ഞാൻ ഇമെയിൽ അഡ്രസ്, പിന്നെ ടു ആർക്കാണുള്ള അയക്കുന്ന ആൾ കേട്ടോ. യെസ്. പിന്നെ സാർ സബ്ജക്ട് എന്താ എഴുതാ? ഫോർ എക്സാമ്പിൾ 10ാം ക്ലാസ് വരെ മെറ്റിൽഡന്റെ സ്റ്റോറി വരെ എഴുതി. മെറ്റിൽഡ ലോസ്റ്റ് ഹെർ ഡയമണ്ട് നെക്ലേസ്, കംപ്ലൈന്റ് വിത്ത് ദി പോലീസ് സ്റ്റേഷൻ മെൻഷനിങ് ദ ഇൻസിഡന്റ്. ഫോർ എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇത് ഫ്രം മെറ്റിൽഡ ടു സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. സബ്ജക്ട് എന്തായിരിക്കും? ടു ഇൻവെസ്റ്റിഗേറ്റ്
നെക്ലേസ്. ഓക്കെ, ചോദ്യത്തിൽ ഉണ്ടാവും അത്. പിന്നെ അടുത്തത് ഐ റൈറ്റ് ദിസ് ലെറ്റർ, ഞാൻ ഈ കത്ത് എഴുതുന്നത് ടു ഇൻഫോം യു ദാറ്റ്, നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അറിയിക്കാൻ വേണ്ടിയിട്ടാണ്, ദാറ്റ് ഐ ലോസ്റ്റ് മൈ ഡയമണ്ട് നെക്ലേസ് എന്ന്. ഐ ലോസ്റ്റ് മൈ ഡയമണ്ട് നെക്ലേസ്, സോ റിക്വസ്റ്റ് ടു ഇൻവെസ്റ്റിഗേറ്റ്. എന്നിട്ട് അതിന് താഴെ ഐ ബിലീവ് ദാറ്റ്, ഞാൻ വിശ്വസിക്കുന്നു, യു വിൽ ടേക്ക് ആസ് ഇൻ സീരിയസ് വേ, ഇത് വളരെ സീരിയസ് ആയി എടുക്കും. സോ ഐ ക്യാൻ റിക്വസ്റ്റ് യു ടു ടേക്ക് നെസസറി ആക്ഷൻ, അത്യാവശ്യമായ തീരുമാനങ്ങൾ എടുക്കണം. യു വിൽ ഫെയ്ത്ത്ഫുള്ളി നെയിം ആൻഡ് സിഗ്നേച്ചർ. ഇത്രേ ഇതിന് ആവശ്യമുള്ളൂ. ഫോർമൽ ലെറ്റർ. ഫോർമൽ ലെറ്റർ നമ്മുടെ ടോപ്പിക് അനുസരിച്ചിട്ടാണ് വരിക. നിങ്ങളുടെ പേഴ്സണൽ അല്ലാത്ത എല്ലാ കാര്യങ്ങളും ഏതുമായിട്ട് ബന്ധപ്പെട്ടാലും ഫോർമൽ ലെറ്റർ. അത് നമുക്ക് നോക്കാം. അപ്പൊ ഏതായാലും പ്ലസ് വണ്ണുകാര് ഈ ഇതുവരെ എടുത്തതിന്റെ ഒരു ഏജിന് എഴുതി. ഇപ്പൊ 3 ചാപ്റ്റർ എടുത്തില്ലേ? ആ 3 ചാപ്റ്ററില് പിന്നെ അംബ്രല്ല മോഡൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു സ്പീച്ച് ചെയ്യണം. അംബ്രല്ല മോഡൽസ് കണക്ട് ചെയ്തുകൊണ്ട് ഒരു സ്പീച്ച്. ഡയറി സ്പീച്ച് പറയുന്നത് ഡയറി കുഴപ്പമില്ല. ഇനി ഒരാൾക്ക് സ്പീച്ച് ചെയ്താൽ തോന്നുന്നു ഡയറി കുഴപ്പമില്ല. ഓക്കെ, +2 റെഡി? പ്രശ്നക്കാരാണ് +2 റെഡി? നോക്കണേ, അടുത്തേക്ക് നോക്കണേ. എന്തായാലും പറഞ്ഞത് പോയം റിമെമ്പർ മീ കണ്ടോ? പോയം റിമെമ്പർ നല്ല രസമാണ്. The poem was written by Alice Walker. Alice Walker ആണ് ഈ പോയം എഴുതിയത്. She tell, അവൾ പറയുന്നു about the support to those who fight for the hope and justice. ഇവളുടെ സപ്പോർട്ട് ചെയ്യാൻ തീം മാത്രമാണ്. She tells, അവൾ പറയുന്നു about her support, അവൾ സപ്പോർട്ട് നൽകുന്നു to those ആർക്കാണോ who fight, പോരാടിയത് for hope and justice, പ്രതീക്ഷകൾക്കും നീതിക്കും വേണ്ടി പോരാടിയ എല്ലാവർക്കും എന്റെ സപ്പോർട്ട് ഉണ്ട് എന്നാണ് ആര് പറയുന്നത്? ആലിസ് വാക്കർ പറയുന്നത്. ഇൻ ഹെർ പോയം, അവളുടെ പോയത്തിൽ she gave, അവൾ നൽകുന്നു ഇമ്പോർട്ടൻസ്, പ്രാധാന്യം to women empowerment. വുമൺ എംപവർമെന്റിന്, സ്ത്രീ ശാക്തീകരണത്തെ പ്രാധാന്യം നൽകുന്ന കവിതയാണ് ആര് എഴുതിയത്? ആലിസ് വാക്കർ. ഓക്കെ, അതാണ് അതിന്റെ ഷോർട്ട് ഫോം ട്ടോ. ഇനി 6ാമത്തെ നോക്കി, 6th chapter, the Mother's Day. The Mother's Day is a drama, അല്ലേ? The drama Mother's Day is a humorous portrayal. Humorous എന്ന് പറഞ്ഞാൽ രസകരമായ, തമാശകരമായിട്ടുള്ള, ഹാസ്യപരമായിട്ടുള്ള portrayal, ചിത്രീകരണം, ഹാസ്യപരമായിട്ടുള്ള portrayal of the condition of a mother. ഒരു അമ്മയുടെ ഒരു വീട്ടിലെ ഒരു കണ്ടീഷനെ കുറിച്ച് പറയുന്നത് in her own family, അവളുടെ കുടുംബത്തിലെ. The main character, അതിലെ പ്രധാന കഥാപാത്രങ്ങൾ of the play, ഈ കഥ, ഈ ഒരു നാടകത്തിൽ are Mrs. Annie Pearson, ഇതാണ് ആ പെണ്ണിന്റെ പേര്, മിസ് ആനി പിയേഴ്സൺ. Then George Pearson, Doris Pearson, Cyril Pearson and Mr. and Mrs. Fitzgerald. ഇത്രയും ആളുകളാണ് എഴുതിയിട്ടുള്ളത് മദേഴ്സ് ഡേ ഉള്ളത്. ഇനി ഇത് രസകരമായി കഥക്ക് ഓർമ്മയില്ലേ? ആ അമ്മ അഭിനയിക്കണ ഓർമ്മയില്ലേ? മിസ് ആനി പേഴ്സൺ വാസ് എ കൈൻഡ് ഹേർട്ടഡ് ലേഡി. ആനി പേഴ്സൺ വളരെ പാവമായിരുന്നു. ഓക്കെ, ബട്ട് ലാക്ക് ഓഫ് അസർട്ടീവ്നെസ്. പക്ഷെ എന്തില്ല, അസർട്ടീവ് അല്ല, പറ്റാത്തത് പറ്റൂല. ചില ആളുകളില്ലേ, എന്താണ് വിചാരിക്കാന്ന് വെച്ചിട്ട് എല്ലാത്തിനും മൂടി കൊടുക്കും, ഒരു നോന്ന് പറയില്ല. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ ആയിരുന്നു. അസർട്ടീവ്നെസ്, ലാക്ക് ഓഫ് അസർട്ടീവ്നെസ്, അവർക്ക് അസർട്ടീവ്നെസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്തായി, മെനി ട്രബിൾസ്, കുറേ പ്രശ്നങ്ങൾ ഉണ്ടായി അവരുടെ ജീവിതത്തിൽ. ഷീ നെവർ റിസീവ്ഡ് റെസ്പെക്ട്, ഒരിക്കലും അവർക്കൊരു ബഹുമാനം ലഭിച്ചില്ല ഫ്രം ഹെർ ഫാമിലി മെമ്പേഴ്സ്. എവിടുന്ന്? അവരുടെ കുടുംബത്തിൽ നിന്ന്. അവസാനം വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഫ്രണ്ട്, അവരുടെ ഫ്രണ്ട് ആയിട്ടുള്ള മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡിന്റെ ഹെൽപ്പോടുകൂടി ഷീ ഡിഡ് ആൻ അറ്റംപ്റ്റ്, ഒരു ശ്രമം നടത്തി ടു ചേഞ്ച് ഹെർ ആറ്റിറ്റ്യൂഡ്. എന്ത് മാറ്റാൻ? ആറ്റിറ്റ്യൂഡ് എന്താ? അവരുടെ മനോഭാവം മാറ്റാനുള്ള ശ്രമം നടത്തി. ഏത് വാക്കിന് അർത്ഥം അറിയില്ലെങ്കിലും പറയണം, ഞാൻ പറഞ്ഞു തരും കേട്ടോ.
ഷി ബിക്കെയിം, അവളായിത്തീർന്നു more assertive, ഭയങ്കര assertive ആയി. And people including her family members started to accept her. അവിടെ വീട്ടിലെ മെമ്പർമാർ പോലും എന്ത് ചെയ്യാൻ തുടങ്ങി, അവളെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി അല്ലേ. നമ്മൾ പാവങ്ങളായിരുന്നാൽ നമ്മൾ ഇന്നും ഒരു പാവങ്ങളെല്ലാം അപ്പുറത്തേക്ക് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പറയാൻ പഠിച്ചിട്ടില്ലെങ്കിൽ അത് ആരും വേദനിപ്പിച്ചോണ്ടോ മുറിവാക്കിക്കൊണ്ടോ സങ്കടപ്പെടുത്തിക്കൊണ്ടോ ഒന്നുമല്ല, എല്ലാവരെയും അംഗീകരിക്കുന്ന രൂപത്തിൽ സമാധാനപരമായിട്ട് പറയാൻ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രയാസമാവും. ഞാൻ പറയാം, അല്ലെങ്കിൽ നമ്മൾ എന്താ സംഭവിക്കുക, നമ്മൾ സൈക്കോളജി EQ, ഇമോഷണൽ കോഷ്യന്റ്, നമ്മൾ പെട്ടെന്ന് ഇമോഷണൽ ആവും. നമുക്ക് പറയാൻ ആഗ്രഹിച്ചല്ല നമ്മൾ പറയാം. ചില ആൾക്കാർ എന്ത് പറഞ്ഞാലും തല കുത്തനെ വരിക, പറയാൻ ആഗ്രഹിച്ചതൊന്നും പറയുന്നൊന്നും കേൾക്കുന്ന വേറൊന്നും മനസ്സിലാക്കുന്ന വേറൊന്നും ആയിട്ട് അങ്ങ് പോകും. അപ്പൊ ഇതൊക്കെ വെരി ട്രെയിനഡ് ആയി മാറണം എന്നുള്ളതാണ്. മദേഴ്സ് ഡേയുടെ മെസ്സേജ് ഇത്രയേ ഉള്ളൂ. എന്താ, ഒരു ലേഡി അസർട്ടീവ്നെസ് ഇല്ലാത്തൊരു ലേഡി എന്തായി മാറി, അസർട്ടീവ്നെസ് ആയി മാറി. ഓക്കെ, റൈറ്റ്. അടുത്ത ചാപ്റ്റർ നോക്കി, മൈ എക്സെൻട്രിക് ഗസ്റ്റ്. എനിക്ക് എൻ്റെ മുമ്പിലേക്ക് വന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന എൻ്റെ ഒരു എനിക്ക് പ്രത്യേകതയുള്ളൊരു ഗസ്റ്റ്. ഓക്കെ, ഇത് എഴുതിയത് ആരാണ്? റസ്കിൻ ബോണ്ടിന്റെ കഥയാണത് അല്ലേ. The name of the chapter, My Eccentric Guest, the story was written by Ruskin Bond എഴുതിയ കഥയാണ്. This chapter tells, ഈ പാഠം പറയുന്നു, his experience, അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പറയുന്നു. When he was living near Himalaya, അദ്ദേഹം ഹിമാലയത്തിൽ അടുത്ത് താമസിക്കുമ്പോൾ, he gave shelter, അദ്ദേഹം ഒരു അഭയം നൽകി to a natural instinct, ഒരു പ്രകൃതിയിൽ നിന്ന് വന്ന ഒരു ജീവിക്ക് അദ്ദേഹം ഒരു ഷെൽട്ടർ നൽകി. ബേർഡ്സ് ആൻഡ് ബാറ്റ്സ്, അതേപോലെ എന്തിനും പക്ഷികൾക്കും വവ്വാലുകൾക്കും എല്ലാവർക്കും അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിക്കാമായിരുന്നു. He considered them, അദ്ദേഹം അവരെ പരിഗണിച്ചു as a guest. ആരെ പരിഗണിച്ചു? അതിഥിയെ പോലെ. A tiny bat was the eccentric guest. അപ്പോ ഇവിടെ സൂചിപ്പിച്ച ഗസ്റ്റ് ആരാണ്? ഒരു കുഞ്ഞ് വവ്വാലാണ് അദ്ദേഹത്തിന്റെ ഗസ്റ്റായിട്ട് പറഞ്ഞത്. സ്റ്റോറി നിങ്ങൾ മനസ്സിലിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. നോക്കട്ടോ, പ്ലസ് ടു നോക്കണേ. അടുത്തത് The poem Seven Ages of Man, അതിമനോഹരമായ പോയാണ്. The poem The Seven Ages of Man was written by William Shakespeare. ഷേക്സ്പിയറിന്റെ അതിമനോഹരമായ ഒരു പോയാണ് Seven Ages of Man, മനുഷ്യന്റെ 7 കാലഘട്ടം. The poem deals with, ആ പോയം ഡീൽ ചെയ്യുന്നു Seven Ages of Man, മനുഷ്യന്റെ 7 കാലഘട്ടം. It include infant, എന്താ, കുട്ടിക്കാലം, സ്കൂൾ ബോയ് എന്ന് പറഞ്ഞാല് സ്കൂൾ പഠനകാലം, ലവർ കാലഘട്ടം, സോൾജിയർ കാലഘട്ടം, ജസ്റ്റിസ് കാലഘട്ടം, പാന്റലൂൺസ് ആൻഡ് ഓൾഡ് ഏജ്. ഇത്രയും കാലഘട്ടമാണ് അതിൽ പറഞ്ഞത്. അപ്പൊ ഏതൊക്കെയാ? ഒന്ന് ഇൻഫാന്റ്, സ്കൂൾ ബോയ്, സോൾജിയർ, ജസ്റ്റിസ്, പാന്റലൂൺസ് ആൻഡ് ഓൾഡ് ഏജ് അല്ലേ. അപ്പോ ഇതില് പാന്റലൂൺ എന്ന് പറഞ്ഞ ടെർമിനോളജി ഉണ്ട്. എന്താണത്? എന്താ പാന്റലൂൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് നോക്കാം കേട്ടോ. കാരണം ഇത് നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി കൂടുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം ആ കാലഘട്ടം എന്താണെന്നുള്ളത്. നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. All world is a stage. ലോകം മുഴുവനും എന്താണ്? ഒരു സ്റ്റേജാണ്, ഒരു സ്റ്റേജാണ്. And all men and women are merely plays. നമ്മളെല്ലാവരും അഭിനയിക്കുന്ന ആളുകളാണ്. നിങ്ങൾക്കറിയോ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു ഇതല്ലേ? സൈക്കോളജി പേഴ്സണാലിറ്റിയെ കുറിച്ച് പറയാം. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞ വാക്കുണ്ടായത് പേഴ്സോണ എന്നുള്ള മുഖമുടി എന്ന അർത്ഥം വരുന്ന ഒരു വാക്കെന്നാണ്. നിങ്ങൾക്കും ഒരു മുഖമുടിയുണ്ട്, നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും ഓരോരോ മുഖമുടികളുണ്ട്. നമ്മളെ ഇല്ലേ എന്നുള്ളതാണ് സൈക്കോളജി പറയുന്നത്. മറ്റേ ഇയാൾ പറയോ, നീ കാണുന്നത് ഞാനല്ല, ഞാൻ കാണുന്നത് നീ. ഞാൻ കാണുന്നത് നീ കാണുന്നത് നീ അല്ലല്ലോ, ആണോ? അല്ല, ഞാൻ കാണുന്നത് ഞാനാണ്, ഞാൻ കാണുന്നത് ഞാൻ. കാരണം നമുക്ക് അറിയുന്നത് നമ്മളുണ്ട്. സൈക്കോളജി ജൊഹാരി വിൻഡോ പറയുന്നത്, കാരണം എനിക്ക് അറിയുന്നത് ഞാനുണ്ട്.
നിങ്ങൾക്ക് അറിയുന്ന ഒരു ഞാനുണ്ട്, ആ ഞാൻ എനിക്കറിയില്ല. എനിക്കറിയുന്നത് നിങ്ങൾക്ക് അറിയുന്നതുമായ ഞാനുണ്ട്. എനിക്കറിയാത്തത് നിങ്ങൾക്ക് മാത്രം അറിയുന്ന ഞാനുണ്ട്. എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയാത്ത ഒരു ഞാനുണ്ട്. ഇതൊക്കെ ഞാൻ തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു ലോകം സൈക്കോളജി പഠിക്കുന്നുണ്ടാവും. ഭയങ്കര രസകരമായ സാധനം. അപ്പോ മനുഷ്യൻ ഓരോ സ്റ്റേജിലൂടെ കടന്നു പോകുന്നത് ആര് പറഞ്ഞത്? ഷേക്സ്പിയർ പറഞ്ഞു. ക്ലിയർ ആണോ? നമുക്ക് ഒറ്റ ഒരു പാഠം നോക്കാം. ഗുഡ് മാനേഴ്സ്. ഗുഡ് മാനേഴ്സ് എന്താണ് ഗുഡ് മാനർ? ദിസ് ചാപ്റ്റർ റിട്ടൺ ബൈ ജെസി ഹിൽ ആണ് എഴുതിയത്. ഹിൽ ഗുഡ് മാനേഴ്സ്. അദ്ദേഹം ഗുഡ് മാനേഴ്സിനെ കുറിച്ച് പറഞ്ഞു. എന്താ മാനേഴ്സ്? എന്താ? പെരുമാറ്റ രീതികൾക്കാണ് മാനേഴ്സ് കേട്ടോ. ഞാൻ പറയണത് അറിയാത്ത എന്തെങ്കിലും മാറ്റിട്ടുണ്ടെങ്കിൽ ചോദിക്കണമെന്നുണ്ട്. അപ്പോ ഇതിൽ ഗുഡ് മാനേഴ്സ് ഏതൊക്കെയാണ്? സിമ്പത്തറ്റിക് ആയിരിക്കണം. സിമ്പത്തറ്റിക് എന്താ? സിമ്പത്തറ്റിക്. എന്താ എംപത്തറ്റിക് എന്ന് പറഞ്ഞാല്? എംപത്തറ്റിക് എന്താ? നമ്മളെ ഇത് ശരിക്കും എംപത്തി കൗൺസിലിംഗ് വരുന്ന സാധനമാണ്. എന്ന് പറഞ്ഞാല് നമ്മുടെ മുമ്പിൽ ക്ലയന്റ് നമ്മൾ സംസാരിക്കുമ്പോൾ അയാളുടെ ഫീലിങ്സിനെ കേട്ടിട്ട് അതേ രൂപത്തിൽ നമ്മൾ പെരുമാറുന്ന നിങ്ങള് നിങ്ങൾ 3 പേര് അടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ട് ഫേസ് ടു ഫേസ് ആയി നിന്നേ. നിങ്ങളുടെ കൂടെ വന്ന ആളുകളെ കൂടെ കൂട്ടണ്ട. അതല്ലാത്ത 3 ആൾക്കാരെ ഫേസ് ടു ഫേസ് ആയിട്ട് ഇങ്ങനെ നിന്നേ. ഇപ്പൊ ഇയാൾ 3 പേരാണെങ്കിൽ ഒരു 3 പേര് ഇങ്ങനെ നിന്നേ. വേണ്ടവരെ ഫേസ് ടു ഫേസ്. ഓക്കെ, പെട്ടെന്ന് ഫാസ്റ്റ് നിന്നോ. നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പരസ്പരം നിങ്ങൾക്ക് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ പറ്റുമെങ്കിൽ 3 പേര് ഒരു ഗ്രൂപ്പ്. കൊടുത്തോ? ഇങ്ങനെ 3 ആളെ അടുത്തടുത്ത് ഇതിങ്ങനെ അപ്പുറത്ത് 2 കിലോമീറ്റർ വിട്ടുന്നത് കാര്യം. ശരി. നിങ്ങളിൽ ഒരാൾ എ, ഒരാൾ ബി, ഒരാൾ സി. എ റൈസ് യുവർ ഹാൻഡ്സ്. ഒരാൾ എ, ഒരാൾ ബി, ഒരാൾ സി. ഓക്കെ, ബി. ഓക്കെ, സി. ഓക്കെ, ഫൈൻ. നിങ്ങൾ ഞാൻ പറയുന്ന വിഷയം നിങ്ങൾ എ ബിനോട് സംസാരിക്കണം, സി അത് കേട്ടിരിക്കണം. സിയും ബിയും സി കേട്ടിരിക്കുക, ബി ശരിക്കും അതിനെ ഒബ്സർവ് ചെയ്യുക കേട്ടോ. ഓക്കെ, എ സംസാരിക്കും, ബി കേൾക്കും, സി അതിനെ നോക്കി നിൽക്കും. ഓക്കെ, ഫൈൻ. അപ്പൊ എ സംസാരിക്കുന്ന വിഷയം നിങ്ങളുടെ കുട്ടിക്കാലത്തെ കുറിച്ചിട്ടാണ്. നിങ്ങളുടെ സ്കൂള്, നിങ്ങളുടെ കുട്ടിക്കാലം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കം ഓൺ. എ ബിനോട് സംസാരിച്ചുകൊണ്ടിരിക്കും. Okay? 10 സെക്കൻഡിന് സമയം വൈൻഡപ്പ് ചെയ്യണം. തീർത്തോ? ഇനി രണ്ടാമത്തെ ആള് ബി സിനോട് പറയേണ്ടത് എന്റെ രക്ഷിതാവ്. ഇനി ബി സിനോട് പറയും എ നോക്കിക്കും എന്റെ രക്ഷിതാവ് ഒരു ടോപ്പിക്കാണ് സംസാരിക്കുന്നത്. എന്റെ രക്ഷിതാവ്, മൈ പാരന്റ്സ്.